ഗാർഡനിങ് പാഷനായിട്ടുള്ളവർക്ക് വിത്തുകൾ മുളപ്പിച്ച് അതിനെ തൈകളാക്കി അതിൽ പൂക്കൾ വിരിയിക്കുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ്. എനിക്ക് കുറച്ച് താമര വിത്തുകൾ കിട്ടി. താമര വിത്തുകൾ നടുന്നതിന് ആദ്യം രണ്ടറ്റവും ഉരയ്ക്കണം. നല്ലതുപോലെ രണ്ട് സൈഡും ഉരച്ച് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം. 2 ആഴ്ച കഴിയുമ്പോഴേക്കും അതിന് ഇലകൾ വരും. തൊലി കുറച്ച് ഹാർഡാണ്, കുറച്ച് സ്ട്രെയിൻ എടുക്കണം. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു വിത്ത് 2 ഇലകൾ വന്നു. ഒരെണ്ണം ചെറുതായിട്ടൊന്ന് ഇല വന്നില്ല, ചെറുതായിട്ട് മുളച്ചതേ ഉള്ളൂ. ഇത് ഇല വന്നില്ല, ഇതൊന്നും കിളിച്ചില്ല. തൽക്കാലം ഇങ്ങനെ ഇട്ടേക്കാം. പക്ഷെ ചെളിയിൽ നടണം. ആമ്പൽ നടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇടണ്ട, ഇതിൽ തന്നെ കിടക്കട്ടെ. ഒരെണ്ണം നമ്മൾ ഇതിനകത്ത് നട്ട്, ഇതും കൂടി നടാല്ലേ, ഇത് നടാം. മണ്ണും ചാണകവും ചേർത്തിളക്കിയ പോട്ടിംഗ് മിക്സാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ചാണകപ്പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർത്തുള്ള ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചെറിയൊരു ടാങ്കിനകത്ത് ആക്കി വെള്ളം ഒഴിച്ചു കൊടുത്തു. ചെടിച്ചട്ടിക്ക് മുകൾ ഭാഗം വരെ വെള്ളം നിറച്ചു കൊടുക്കുക. ഇനി അവിടെ ഇരുന്നത് വളർന്ന് പൂവിടട്ടെ. ആന്തൂറിയം ചെടികൾക്കൊന്നും കെയറിങ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിലും അതിനകത്ത് നിറച്ച് പൂവിടുന്നുണ്ട്. അപ്പം അതിനും കൂടി കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചപ്പോൾ അതിനകത്തൊരു തണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ തണ്ടൊന്ന് കൊണ്ടുപോയി നട്ട് നോക്കാം. അപ്പം അത് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. പിച്ചി നട്ടിരിക്കുന്ന പോട്ടിൻ്റെ സൈഡിലോട്ടാണ് നട്ടത്. വേര് വരട്ടെ. അപ്പോഴാണ് ഓർക്കിഡിൻ്റെ സിബ്ലിങ്സ്, ചെറിയ തൈകൾ, ഒരെണ്ണം ഇങ്ങനെ ഒരു തൈ ഒളിച്ച് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കണ്ട്. എന്നാൽ പിന്നെ അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. അത് കട്ട് ചെയ്ത് അതിനെ ഒന്ന് വേറൊരു പോട്ടിലാക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഇതേപോലെ ചീഞ്ഞു പോയ തണ്ടുകളുണ്ടായിരുന്നു. അത് ഞാൻ തൊണ്ടിനകത്ത് ഇങ്ങനെ വെച്ചിരുന്നു. അതിലും 2-3 തൈകൾ കിട്ടി. ആ തൈകളും കൂടി വേറെ പോട്ടിലാക്കാമെന്ന് വിചാരിച്ച്. ഒരു ചെടിയുടെ തണ്ട് കൊണ്ടുപോയി തൊണ്ടിനകത്ത് വയ്ക്കുക. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് ചെടിയായി വരിക, മുളച്ചൊരു ചെടിയായി വരിക. ഇതാണ് ഗാർഡനിങ് എന്ന പാഷൻ. ഇനി അത് വളർന്ന് പൂവിടുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നും.